നമുക്കിന്ന് വറ്റൽമുളക് ഇട്ടൊരു ഇറച്ചിക്കറി വെക്കാം. ഒരുപാട് മസാലകളുടെ കൂട്ടൊന്നും പിടിക്കാതെയാണ് നമ്മൾ ഈ കറി വയ്ക്കുന്നത്. പണ്ട് അമ്മച്ചി എല്ലാ മസാലകളും വറുത്തരച്ചൊക്കെയായിരുന്നു ഇറച്ചിക്കറി വെച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് മസാലയിട്ട കറി കൂട്ടിക്കഴിഞ്ഞ് മടുക്കുമ്പം ചാച്ചൻ പറയുമായിരുന്നു അമ്മച്ചിയോട് വറ്റൽമുളക് ഇടിച്ചിട്ട് ആ കറി ഒന്ന് വെക്കാൻ. അങ്ങനെ അമ്മച്ചി വല്ലപ്പോഴും ഈ കറി വയ്ക്കും. ആ കറിയുടെ ഒരു രുചി ഞങ്ങളുടെ നാവിൽ ഇപ്പോഴും ഉണ്ട്. അതിതുവരെ നമ്മെ വിട്ടുപോയിട്ടില്ല. പഴയ കാര്യങ്ങളൊക്കെ ഓർത്തപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ആ കറി വയ്ക്കാമെന്ന്. അതിനായി ഞാൻ വറ്റൽമുളകിൻ്റെ ഞെട്ടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കറിക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 2 പിടി ചെറിയുള്ളിയും നമുക്ക് ആവശ്യമാണ്. ഈ കറിക്ക് ചെറിയുള്ളി തന്നെ ചേർക്കണം. ചെറിയുള്ളി തന്നെ ചേർത്താൽ ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് ഈ കറിക്ക്. ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്താണ് നമ്മൾ ഈ കറിക്ക് ചേർക്കുന്നത്. ചതച്ചെല്ലാം എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 1 കിലോ ഇറച്ചിയാണുള്ളത്. നെയ്യുള്ള ഇറച്ചിയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിനൊരു പ്രത്യേക സ്വാദ് തന്നെയാണ്. രണ്ട് തണ്ട് കറിവേപ്പില നമുക്ക് ഈ കറിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാവേ. നല്ല ഫ്രഷ് കറിവേപ്പിലാണ് നമ്മളിതിനകത്ത് ചേർക്കുന്നത്. അതിനൊരു പ്രത്യേക മണം തന്നെയാണ്. ഇനി ഉപ്പ് ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. ഇനി കറി മൂടി നമുക്ക് അടുപ്പേ വെക്കാം. കറി നന്നായി തിളച്ചു. ചെറിയുള്ളിയുടെയും ഇഞ്ചിയുടെയും എല്ലാം നല്ല മണം വരുന്നുണ്ട്. കറി ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവിനാവശ്യമായ കുരുമുളക് ചേർത്ത് കൊടുക്കണം. കറി ഏകദേശം പറ്റി വരുന്നുണ്ട്. നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. കുറച്ചുകൂടെ കറിവേപ്പില അതിനിട്ട് കൊടുത്തു. ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ ഈ കറി നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കണം. കറി വാങ്ങാനായിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചവെളിച്ചെണ്ണ ചേർത്ത് കറി വാങ്ങിയെടുക്കാം. പച്ചവെളിച്ചെണ്ണ ചേർത്ത പാടെ തീ ഓഫാക്കണം. ഓഫ് ചെയ്ത് നമുക്കൊന്ന് മൂടി വെക്കണം. മൂടി വെച്ച് പിന്നെ തുറന്ന് നോക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു രുചിയുമാണ്. നമ്മുടെ വറ്റൽമുളക് ഇട്ട് ഇറച്ചി വരച്ചത് റെഡിയായി. നന്ദി.